മേനോൻ അല്ലെങ്കിൽ മേനോൻ സാർ എന്നൊക്കെ വിളിക്കുന്നത് കൂടാതെ മറ്റെന്തെങ്കിലും പേരിൽ ആരെങ്കിലും വിളിക്കാറുണ്ടെന്ന് വെച്ചപ്പോൾ ആദ്യം പറഞ്ഞത് പൊന്നമ്മ ചേച്ചിയാണ് വിളിക്കുന്നത്, ബാലു എന്ന് വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ടില്ല. അല്ല വിളിക്കുന്നത് എന്നെ പൊന്നമ്മ ചേച്ചി മേനോൻ എന്ന് വിളിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല. ബാലു എന്ന് വിളിക്കൂ. അതെന്താണ് അങ്ങനെ ഒരു പേര് വിളിക്കണമെന്ന് തോന്നാൻ കാര്യം? അതായത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബാലേന്ദ്ര മേനോൻ നടൻ അല്ലെങ്കിൽ സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അങ്ങനെയൊക്കെ അല്ലേ. ഇതൊന്നും അല്ലാത്തൊരു ബാലേന്ദ്ര മേനോനെ എനിക്കറിയാം. ഒരു 21-22 വയസ്സുണ്ടാവും അല്ലേ. ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ഒരു കൊച്ചു പയ്യൻ, പക്ഷെ നല്ല ചുറിയുറുക്കും ചൊടിയൊക്കെ ഉള്ളൊരു, അന്നുകൊണ്ട് ഈ തലയെടുപ്പും തെറിപ്പൊക്കെ ആരോ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അല്ലേ. അങ്ങനെയാണ് ഞാൻ അന്ന് മുതൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഈ സ്മാർട്ട്നെസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പലപ്പോഴും ഒക്കെ വരും. ഈ ലേഖകനായിട്ട് തന്നെ അല്ല വീട്ടിലെ ഒരുപാട് പുസ്തകം കണ്ട ഭർത്താവ് പുസ്തകങ്ങളൊക്കെ ധാരാളം വായിക്കുന്നു. എല്ലാ ടൈപ്പ് പുസ്തകങ്ങളുണ്ടാവും. അപ്പം സിനിമയെക്കുറിച്ചൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കും. അത് വലിയ വളരെ പ്രധാനപ്പെട്ട, കാരണം വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇരുന്ന് വെച്ചാൽ എല്ലാ മാറ്ററും എഴുതി പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് വെച്ചാൽ അവിടെ അന്ന് ഈ സഞ്ചരിക്കുന്ന തപാൽ വണ്ടിയുണ്ട്. ആ മാറ്റർ ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് കൊല്ലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എൻ്റെ അന്ന് എനിക്ക് തോന്നുന്നു പൊന്നമ്മ ചേച്ചി അന്ന് ഭയങ്കര ബിസിയാണ്, എത്രയോ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ മനസ്സാമി വീട്ടിൽ കാണും. അപ്പോൾ എനിക്ക് കയറി ചെല്ലാൻ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള വീടാണ്. പുള്ളിയും ബോർഡ് വെച്ചിരിക്കുക അവിടെ. അപ്പോൾ ചെന്നിരുന്നാൽ അവിടെ സുഖമാണ്, ഇഷ്ടം പോലെ ചായ കിട്ടും, കണ്ടമാനം പുസ്തകങ്ങൾ. ഇത് വായിച്ച് ഞാൻ എത്രയോ പുസ്തകങ്ങൾ അവിടെ നിന്ന് വായിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഒരു പ്രിപ്പറേഷൻ നടന്നത് രഹസ്യമായിട്ടാണെങ്കിലും പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. വളരെ അപൂർവം ദിവസങ്ങളിൽ പൊന്നമ്മ ചേച്ചി വീട്ടിൽ കാണും. ഉണ്ടെങ്കിൽ ചോദിച്ചു ഒരു 4-5 തവണയെങ്കിലും ചായ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്കൊരു അവിടുത്തെ നമുക്ക് വേണ്ടപ്പെട്ട വീട്. എനിക്ക് അതല്ല, ഞാൻ പ്രത്യേകം വാച്ച് ചെയ്യാനുണ്ടായ എന്തിനെക്കുറിച്ചും അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ജിജ്ഞാസ എന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഈ സിനിമയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കേക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ പറഞ്ഞോട്ടെ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്യും പുള്ളിക്കാരൻ ആദ്യമായിട്ട് ക്യാമറ സത്യമാണ്. ക്യാമറ കൂടി നോക്കുന്നത് ഈ മണിസ്വാമിക്ക് സിനിമയെ പറ്റിയിട്ടുള്ള കുറേ സങ്കല്പമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ വഴക്കൊക്കെ ആവും. ചില പടങ്ങളൊക്കെ വിമർശനം വന്നാൽ പുള്ളി അതെ ഭയങ്കര വഴക്കവും വാശിയും വീർപ്പ്. അവിടുത്തെ ഒരു സെക്കൻഡ് ഹോം ആയിരുന്നു എൻ്റെ. കാരണം ഞാൻ നാട് വിട്ട് അവിടെ പോയി. പിന്നെ 2 കാര്യമുണ്ട്. ഞാൻ നാട് വിട്ട് ആദ്യമായിട്ടാണ് പിന്നെ കുടുംബത്തിൽ വിട്ട് ഒരു ഒറ്റപ്പെട്ടൊരു ജീവിതം നയിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ ശരിക്കും ഒരു എന്താ പറയുന്നത്, ഒരു അമ്മയുടെ വീടെന്ന് പറയുന്ന രീതിയിൽ തന്നെ പറയാം നമുക്ക്. അവർ നല്ല അത്താണിയായിരുന്നു. സാർ അന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രീതിയൊക്കെ എങ്ങനെയാണ്? ഇൻ്റർവ്യൂ ചെയ്ത് ഒരുപാട് കഥകൾ ഇൻ്റർവ്യൂ ചെയ്തില്ല. പിന്നെ എനിക്ക് ഈ എന്താ പറയുന്നത്, ഈ സ്റ്റാർട്ടിങ് ട്രിബിൾ ഇല്ലായിരുന്നു. അന്നുമില്ല എനിക്ക്. ചിലർക്ക് ഈ വർത്തമാനം പറഞ്ഞ് തുടങ്ങാനുള്ളൊരു സംഗതി ഉണ്ടല്ലോ, ഒന്നുമില്ല. നമ്മളങ്ങ് കാഷ്വലായിട്ട് സംസാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഒരു രീതി ഡയറിയും ഒക്കെ എടുത്തിട്ട് പേനയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ സിദ്ധികരിക്കുന്ന പോലെ കാര്യം ഇരുന്നിട്ട് അപ്പോൾ എനിക്കിപ്പോൾ പിന്നെ ബിന്ദു മകള് അത് ഇത്രയേ ഉള്ളൂ. അതിങ്ങനെ അവിടെ ഓടി പടം വരച്ചുകൊണ്ട് എനിക്കിപ്പോഴത് വിഷ്വൽസ് ഓർമ്മയാണ്. താഴെ കമന്ന് കിടന്നിട്ട് പടം വരച്ചുകൊണ്ടിരിക്കും. ഞാനും മണിസ്വാമി അല്ല പൊന്നേച്ചുകൊണ്ടിരിക്കും. ഇവിടെ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ കിട്ടുന്ന മാറ്റർ വെച്ചിട്ട് ഞാനും എഴുതല്ല. എന്നെ ഒരിക്കലും ഒരു പത്രപ്രവർത്തനായിട്ട് രൂപത്തിൽ കാണാൻ പറ്റില്ല. അങ്ങനെയൊന്നും അല്ല. ഞങ്ങളെ ഒരു മോനെ പോലെ ഒരു അനിയനെ പോലെയൊക്കെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ വിചാരിച്ചു. എനിക്ക് ഉത്തരവാദിത്തം എടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് പൊന്നേച്ച് പടത്തി വേണം. പൊന്നേച്ച് അന്ന് നല്ല മോണ്ട പോയ സമയമാണ്. അപ്പോൾ ഞാൻ മനസ്സാമിയുടെ സമയം എന്തായാലും എനിക്ക് പിന്നെ പൊന്നേച്ച് പടത്തി വേണം. ഞാൻ മനസ്സിൽ ആ ക്യാരക്ടർ പ്ലാൻ ചെയ്തു. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു നാമമാത്രമായ ഒരു സംഗതി വാങ്ങിച്ചിട്ടാണ് ആ പടത്തിൽ. എൻ്റെ ആദ്യ പടത്തിൽ ബാലേന്ദ്ര മേനോൻ ആദ്യമായിട്ട് പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു രംഗം കണ്ടിട്ടുള്ള ഈ വന്ന കൂട്ടത്തിൽ ഏക ആർട്ടിസ്റ്റ് പൊന്നേച്ച് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി ഈ ആവേശം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടില്ലല്ലോ. അതിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് ക്യാമറയെ കൂടെ നോക്കി ക്യാമറ ഏതാണെന്ന് മനസ്സിലായി. ഇനി എനിക്ക് ആവശ്യം സാധനം വേണം. അത് ഞാൻ എൻ്റെ ഉദ്ദേശത്തിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സെറ്റപ്പ് വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ സഹസംവിധായകൻ മരിച്ചുപോയി. അപ്പോൾ AT അബുവായിരുന്നു. ഇങ്ങനെ രാത്രി വന്നിട്ട് പറയും, ഇപ്പം ഒരു സീൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ക്ലോസപ്പ് എടുക്കും, എൻ്റെ ഷോർട്ട് ഡിവിഷൻ. അത് കഴിഞ്ഞ് വീണ്ടും കമ്പൈൻഡ് പോകും, പിന്നെയും ക്ലോസപ്പ് വരും. അപ്പോൾ ഈ യൂണിറ്റിൽ ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇച്ചിരി അവർക്ക് മെനക്കെടല്ലേ, തൂക്കിയെടുത്ത് വയ്ക്കണ്ടേ. ഞാൻ സെറ്റപ്പ് സമ്മതിക്കില്ല. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് സെറ്റപ്പ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ സൂം എന്ന സാധനം നോക്കുമ്പോൾ എൻ്റെ കൈ നിയന്ത്രണത്തിലില്ല. ക്യാമറമാൻ തിരിക്കുന്നു പിടിക്കുന്നു. അപ്പോൾ അബു പറഞ്ഞു പണ്ടത്തെ രീതിയാണ്, നമുക്ക് ആ സൂം ചെയ്ത് എടുക്കാം. ഞാൻ ഒന്നും വേണ്ട, ബ്ലോക്ക് ലെൻസ് മാസം വെച്ചാൽ മതി. അങ്ങനെ രാത്രിയും പകലും വർക്ക് ചെയ്ത അവസാനം ഞാൻ ബോധം കിട്ടും. ശോഭ പാടുന്ന പാട്ട്, മഞ്ഞു കൊഴിയുന്നു മാമരം കൊച്ചു, അയ്യോ അതൊക്കെ
പൊസിഷൻ കാണിച്ചു കൊടുക്കാൻ കിടന്നിട്ട് ഉറങ്ങി പോയിട്ടുണ്ട് ശോഭയ്ക്ക്. പക്ഷേ ഈ രാത്രിയും പകലും വർക്കിയില്ലേ. ഇത്രയും കാലം വീട്ടിൽ വന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കുകയും അതല്ലെങ്കിൽ ചായ കുടിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ക്യാമറയുടെ പുറകിൽ സംവിധായകനായിട്ട് വന്നപ്പോൾ എന്ത് തോന്നി? എന്തെങ്കിലുമൊക്കെ ആവും, തീർച്ചയായിട്ടും ആവുന്നു. അതെനിക്ക് വിശ്വാസമായിരുന്നു, ഉറച്ച വിശ്വാസമായിരുന്നു. കാരണം അത്രയ്ക്കൊരു ആവേശത്തോടെയാണ് എല്ലാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. എനിക്കറിയാമായിരുന്നു. പ്രകാശ് സ്റ്റുഡിയോ നസീർ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. നിങ്ങൾ നേരെ പത്രക്കാരൻ പറഞ്ഞില്ലേ, അപ്പോൾ നസീർ സാറിനെയൊക്കെ ഒന്ന് കാണുക വെച്ചാൽ നമുക്ക് അയക്കാനായിട്ട് എക്സ്പ്രസ്. നമ്മൾ എനിക്ക് ഇന്നും ഏത് വേദിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ പേര് എഴുതാനോ പരാമർശിക്കാനോ എഴുന്നേക്കാറില്ല. ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്താണ് ചെന്നിരുന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കയറി, നമ്മുടെ ഉദ്ദേശം സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരു പത്രക്കാരൻ നസീർ സാർ പല പടങ്ങളിലും ഈ മേക്കപ്പ് ഇട്ട് വരുന്ന പോലെ നമ്മളൊരു പത്രക്കാരൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചോന്ന് നസീർ സാറിനോട് ചോദിക്കുക, നിങ്ങൾ പത്രപ്രവർത്തകർ തന്നെ വന്നാണോ? ഞാൻ പറഞ്ഞു അതെ സാർ. എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. സാറ് പറയാം. ഞാൻ എന്താ സാർ അങ്ങനെ പറയാം? ഇല്ല അതല്ല, അങ്ങനെയല്ല, എന്തോ വേറെ ഒരു ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട്. ഞാൻ ഇല്ല സാർ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഉള്ള ജോലിയോടെ പോകും. പിന്നെ അത് വിട്ട് കഴിഞ്ഞിട്ട് ഞാനിതങ്ങ് മറന്നു. ഈ കോലഞ്ചേരി കാരുണ്യ സാർ അഭിനയിക്കുന്ന ആദ്യത്തെ പടം നസീർ സാറിൻ്റെ. സാറ് മേക്കപ്പ് ചെയ്യാനൊക്കെ റെഡിയാക്കി മുറി പോയി. ഞാൻ എൻ്റെ പറഞ്ഞു മിസ്റ്റർ ഡയറക്ടർ ഒന്ന് വിളിക്കാമെന്ന് ചോദിച്ചു. മിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്തെല്ലാം പെരുമാറ്റമല്ലേ പറയാതെ നിർത്തിയുണ്ട്, ഇത് ഓക്കെയാണ് നന്നായിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ മറ്റേ എവിടെ എത്രയോ പടം കഴിഞ്ഞു. ഒരു സെക്കൻഡ്, ഞാൻ ഓർമ്മയുണ്ടോ എന്നറിയില്ല, പ്രകാശ് സ്റ്റുഡിയോയിൽ ഇൻ്റർവ്യൂ ആണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞാലും തോന്നില്ല, ഇത് നിങ്ങൾ പത്രപ്രവർത്തനമല്ല വേറെ എന്തോ ഉദ്ദേശമുണ്ടെന്ന്. അത് ഇതായിരുന്നു അല്ലേ എന്ന് മീശ ഒട്ടിച്ചാൽ. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒരു ഇൻറ്റ്യൂഷൻ ഞാൻ പറയാം. പിന്നെ വേറൊരു കാര്യം, കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ശ്രദ്ധിക്കുക, മലയാള സിനിമയിൽ ചലഞ്ച് നേരിടുന്ന ഒരു ആർട്ടിസ്റ്റ് പൊന്നമ്മ ചേച്ചിയാണ്. ഞാൻ എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണ്, ചലഞ്ചാണ്. കാരണം വെച്ചാൽ നമുക്കൊക്കെ പല രീതിയിലുള്ള വേഷം ചെയ്യാം. ഈ ദൈവം പറഞ്ഞിരിക്കുക അമ്മയായിട്ട് നല്ല അമ്മയായിട്ട്, അത് നല്ല അമ്മയായിട്ട് ഒരു കുനിഷ്ടോ കുന്നായ്മ ഒന്നും പറ്റില്ല. ഇപ്പോൾ സിദ്ദിഖിൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഇതല്ലാതെ ഒന്നും ഇത് വെച്ചിട്ട് ഇപ്പോൾ എത്ര വർഷം 40 വർഷം കഴിഞ്ഞു സാർ. കാര്യമാണോ? നമ്മൾ ഷോ 95 എന്ന് പറഞ്ഞിട്ട് ഷോ ചെയ്തപ്പോൾ എല്ലാവരും കൂടി ഇരുത്തിയിട്ട് ഇൻ്റർവ്യൂലുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരോട് ഇഷ്ടപ്പെട്ട വേഷം എന്താണെന്ന് ചോദിച്ചിങ്ങനെ. അപ്പോൾ പലരും പറഞ്ഞു എനിക്ക് ഇന്ന വേഷമാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ മറുപടി ഇതായിരുന്നു, എനിക്ക് പല വേഷങ്ങളും ഇഷ്ടമാണ്, പക്ഷേ എന്നെ സെറ്റും കൊണ്ടുകൊടുത്ത് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം. അതിനായിരുന്നു ഏറ്റവും വലിയ ക്ലാപ്സ് ഉണ്ടായിരുന്നത്. അതുപോലെ എന്നും ആളുകൾക്ക് അങ്ങനെ കാണാനാണ്. ഈ വിനോദ ചേച്ചി എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പറയാറില്ല, ഇപ്പോൾ നസീർ സാറിൻ്റെ വരെ അമ്മ, നസീർ സാറിൻ്റെ വരെ എന്ന് പറയാൻ കാരണം പ്രായത്തുള്ള വ്യത്യാസമുണ്ട്. ഈ നമ്മുടെ എതിരെ പലരും, എൻ്റെ എതിരെയും പലരും അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ആസ് എൻ ആക്ടർ, ഞാനിപ്പോൾ അധികം പടങ്ങൾ അങ്ങനെ അങ്ങനെയായിട്ടൊന്നുമില്ലെങ്കിൽ എൻ്റെ ഈ നേരത്തെ പൈങ്കിളി കഥ എന്ന് പറയുന്ന പടത്തിൽ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് എനിക്കിത് ഞാനും ചേച്ചിയായിട്ട് അഭിനയിക്കുന്ന സമയത്തും ചേച്ചി അതിനകത്ത് എന്നെ കണ്ണാന്ന് വിളിക്കുന്നിടത്തൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് എന്താ പറയുക, നമ്മുടെ ഒരു നില വിട്ട് വേറൊരു ട്രാൻസിഷൻ ഒരു വലിയൊരു ഗിഫ്റ്റാണ്, ഒരു സ്ക്രീൻ പ്രസൻസ്. പൊന്നമ്മ ചേച്ചി കരഞ്ഞാൽ ദുഃഖം മുഖത്ത് വന്നാൽ നമുക്ക് വേദനിക്കുന്നതുകൊണ്ടാണല്ലോ പൊന്നമ്മ ചേച്ചി അല്ലേ എത്ര ഒരു കരയും ഇവിടെ. അപ്പം മോനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ച് പൊന്നമ്മ ചേച്ചിയുടെ ശബ്ദമാണ് ഇപ്പം അമ്മയുടെ ശബ്ദം. നമുക്ക് വേറൊന്നും തിരുത്തി ചിന്തിക്കാൻ പറ്റത്തില്ല. ആരുടെയോ അമ്മ, അതെ, നല്ല അമ്മ അടുത്തത്. അപ്പോൾ വേറെ കത്തിയൊന്നും എടുക്കാനും പറ്റത്തില്ല. ചന്ദനക്കുറി ഇടുക, വന്നങ്ങ് നിൽക്കുക. അങ്ങനെ 40 വർഷം നിൽക്കുകയെന്ന് വെച്ചാൽ പൊന്നേച്ചി ആരാള്? ഞാൻ അങ്ങനെ പൊന്നേച്ചിയെ മാർക്കിടും സത്യം.